തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 10,000-കണക്കിന് ക്രിസ്മസ് പാപ്പന്മാർ റാലിയിൽ അണിനിരക്കും. കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. മുച്ചത്തപ്പയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുച്ചത്തപ്പ, ഈ സ്വരാജ് റൗണ്ട് പാപ്പന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടോ? ബോൺ നത്താലയ്ക്ക് എല്ലാ വർഷവും ഓരോ പ്രത്യേകതകളൊക്കെ കാണും. അപ്പോൾ ഈ തവണത്തെ പ്രത്യേകത എന്താണ്? മുച്ചത്തപ്പയുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അജി, അല്പസമയത്തിനകം തന്നെ സ്വരാജ് റൗണ്ട് പാപ്പമാർ കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിപാടി തുടങ്ങിയിട്ടില്ല. 5 മണിക്കാണ് ഇതിന്റെ ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് മുന്നിൽ ഈ കാണുന്ന നിര, ഇത് ഒരു ഭാഗത്ത് മാത്രം ഈ സാന്റാക്ലോസുമാരാണ്. ഇനി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇതേപോലെ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് സാന്റമാരാണ് ഇപ്പോൾ ഈ ബോൺ നത്താലയ്ക്ക് വേണ്ടി അണിനിരക്കുന്നത്. ഒരുപക്ഷെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ മണ്ണിൽ ഒരു ഉത്സവ പ്രതീതി, തൃശ്ശൂർ പൂരത്തിന് ശേഷം ഏറ്റവും അധികം ഒരു ആവേശത്തോടു കൂടി ഒരു ഫെസ്റ്റീവ് മൂഡിൽ എല്ലാവരും അണിനിരക്കുന്ന ഒരു ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ ഈ നത്താലയെ, ബോൺ നത്താലയെ നമുക്ക് പറയാം. നമുക്കറിയാം 2013 ആദ്യം ഇത് ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം 2014 ഇതിനൊരു ഒരു റെക്കോർഡ്, ഈ ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത, ഏറ്റവും കൂടുതൽ സാന്താക്ലോസ്മാർ അണിനിരക്കുന്ന ഒരു ക്രിസ്മസ് കരോൾ എന്ന രൂപത്തിലൊക്കെ ഈ പരിപാടി എത്തുകയും ഒക്കെ ചെയ്തു. ആ രൂപത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇപ്പോ എവിടുന്നാ വന്നിരിക്കുന്നേ? എന്താണ് ഇപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത? ക്രിസ്മസിന്റെ സെലിബ്രേഷൻ. ഈ 10,000-15,000 ആളുകളാണ് പങ്കെടുക്കുന്നത്. അടിച്ചു പൊളിക്കോ? എന്താ സ്റ്റെപ്പൊക്കെ ഒന്ന് കാണിക്കാവോ? ഒന്ന് ജസ്റ്റ് എണീറ്റ് എന്നിട്ട്. ഇനി ഇതിനകത്ത് ഇപ്പൊ അജി നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത്തവണ ഒരു പക്ഷേ കുറെ കൂടി വെറൈറ്റി ഉണ്ട്. ഈ ഫ്ലോട്ടുകൾ, ഒരു 10-15 ഫ്ലോട്ടുകളുണ്ട്. അതിൽ AI ഒരു കാലം കൂടിയാണ്. AI കാലത്ത് കുറെ കൂടി വ്യത്യസ്തമായ ലൈറ്റിങ്ങും സംവിധാനങ്ങളും ഒക്കെയുള്ള AI സംവിധാനങ്ങളോട് കൂടിയ ഒരു 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത 4 AI ഫ്ലോട്ടുകൾ കൂടിയുണ്ട്. നമുക്കൊപ്പം കുറെ കൂടി വിദ്യാർത്ഥികൾ ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടുന്ന? അവണിശ്ശേരിയാണോ പാലക്കലാണോ? വടക്കാഞ്ചേരി. എത്ര പേരാ അവിടുന്ന്? 10,000 ആൾക്കാരുണ്ടല്ലേ? ഞങ്ങള് പള്ളിയിൽ നിന്ന് ഒരു 70 ചില ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇനിയിപ്പം? അല്ലല്ല, ഞങ്ങൾ പല പ്രായക്കാരാണ് ഒരുമിച്ച് വന്നേക്കണേ. പല സംഘടനയിൽ നിന്നുള്ളവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ സീസണാ? 13-ഓ 14-ഓ? 13. നിങ്ങൾ കുറെ വർഷമായോ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ട്? അതോ? ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരുവിധം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോ അത് ഞങ്ങൾക്കൊരു ആവേശമാണ്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ വർഷവും ക്രിസ്മസ് ആവുമ്പോൾ പൊണ്ണത്താലേക്ക് വരണം. ഞങ്ങളുടെ സ്ഥിരം വരുന്ന പലരും ഉണ്ട് ഞങ്ങളിൽ തന്നെ. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ എല്ലാ വർഷവും എന്തൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ, എന്തൊക്കെ കമ്മിറ്റ്മെന്റ്സ് വേറെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതിലെത്താറുണ്ട്. അപ്പൊ അതാണ് എന്ത് തിരക്കുകളും മാറ്റിവെച്ച് ഈ ബോൺ നത്താലയ്ക്ക് എത്തുന്ന രൂപത്തിലാണ് ഇതിന്റെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ 13 തൃശ്ശൂർ അതിരൂപതയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ബോൺ നത്താലെ എന്നൊരാശയം രൂപപ്പെടുന്നത്. അന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ഒരു ആഘോഷം. അന്ന് തന്നെ ഇത് ജനശ്രദ്ധ ആകർഷിച്ചു. ഓരോ വർഷവും ഏറ്റവും ചുരുങ്ങിയത് 10,000 മുതൽ 15,000 വരെ പാപ്പമാർ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകമായി തന്നെ ചിട്ടപ്പെടുത്തിയ ചുവടുകളുണ്ട്. ഒരു പ്രത്യേക സംഗീതത്തിൽ അവരിങ്ങനെ അണിനിരക്കും. അങ്ങനെ നിശ്ചല ദൃശ്യങ്ങൾ, ഫ്ലോട്ടുകൾ, അതോടൊപ്പം തന്നെ കുറച്ചൊരു ആവേശം പോരാ. പാലക്കൽ നിന്നാണോ? എത്ര പേരുണ്ട്? 62. ഒന്നുകൂടി ആവേശത്ത് വിളിച്ചേ. ഇവര് ഇങ്ങനെ പാലക്കൽ, അവണിശ്ശേരി, കല്ലൂർ ഈസ്റ്റ്, വടക്കാഞ്ചേരി, അങ്ങനെ കുറെ സ്ഥലത്ത് നിന്നുണ്ട്. അവിടുന്ന് എത്ര പേരുണ്ട്? പാലക്കലിന് 62 പേര്. എല്ലാ വർഷവും ഇങ്ങനെ ഒത്തിരി പേര് വരാറുണ്ടോ? അത് ഇനി ഒരു 5 മണിയോടുകൂടി ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ്. ആ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കഴിഞ്ഞാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ സാന്റാക്ലോസുമാർ
നേരെ ഒരു 5:30, 6 മണി, 7 മണി വരെ തൃശൂർ നഗരത്തിൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെന്റ് തോമസ് കോളേജിലാണ്, ഇവിടെ നിന്ന് ഈ സംഘം നേരെ പോകുന്നത് തൃശൂർ റൗണ്ടിലേക്കാണ്. സ്വരാജ് റൗണ്ട് ചുറ്റി തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ ബോൺ നത്താലെ എന്ന് പറയുന്ന പരിപാടി തന്നെ അതാണ്. വലിയ ഫ്ലോട്ടുകളും നിശ്ചല ദൃശ്യങ്ങളുമുണ്ട്. ഒരു ഘോഷയാത്ര എന്നതിലുപരി സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എയുടെ പ്രത്യേകത കൂടി ഉള്ള ഒരു കാലത്ത് അത്തരം ഫ്ലോട്ടുകൾ കൂടി ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ബോൺ നത്താലെ വെറും ഒരു ക്രിസ്മസ് ആഘോഷമല്ല എന്നുള്ളത് കൂടി കാണണം. ഇതിന്റെ ഭാഗമായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഭവന നിർമ്മാണം, ആരോഗ്യ സേവനം, വിദ്യാഭ്യാസ സഹായം, സാമൂഹിക തലത്തിൽ വ്യത്യസ്തങ്ങളായ സേവന പ്രവർത്തനങ്ങൾ കൂടി ഇന്നിപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായി നിരവധി വീടുകളുടെ താക്കോൽദാന കർമ്മങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും കേന്ദ്രമന്ത്രി ഷെഖാവത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ജോർജ് കുര്യൻ, സുരേഷ് ഗോപി, മന്ത്രി രാജൻ